പൂർണ്ണമായും നമ്മൾ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് പച്ചക്കള്ള മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നതെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്ക് അനുകൂലമായിട്ട് അവർ റിപ്പോർട്ട് പോലീസുകാർ മുഖ്യമന്ത്രിക്ക് കൊടുത്തു കാണുമായിരിക്കും. അത് വെച്ചും മുഖ്യമന്ത്രി വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ മകനെ മർദ്ദിച്ച് അവൻ പാർട്ടിക്കാരനാണ്. അവന് സഭയിൽ നിന്ന് വളർന്നു വന്ന ഡിവൈഎഫ്ഐന്റെ അടൂര് മേഖലാ സെക്രട്ടറി ആയിട്ട് വളർന്നു വന്നൊരു പയ്യനാണ്. അപ്പം പാർട്ടിയിൽ വേണ്ടി അവൻ ജീവിച്ചൊരു വ്യക്തിക്ക് മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയാണ് അത് അന്വേഷണം നടത്തേണ്ടത്. സ്വന്തം പാർട്ടിക്കാരനാണ്. അപ്പൊ സ്വന്തം പാർട്ടിക്കാരനല്ല പോലും വേറൊരു വ്യക്തിക്ക് പോലും അങ്ങനെ ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എന്ന് വെച്ചാൽ സിപിഎമ്മിന്റെ ഭരണം നടക്കുന്ന സമയത്ത് നടക്കാൻ സംഭവിക്കാത്തതാണിത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ മുഖ്യമന്ത്രി ഉത്തരവിടണം. മുഖ്യമന്ത്രി പോലീസ് കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് അറ്റാക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടുകാർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രിക്ക് മക്കളുണ്ട്. ആ അടിസ്ഥാനത്തിൽ വെച്ചിട്ട് ഓരോ പിതാക്കന്മാർക്കും വേദന ഉണ്ടാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് മുഖ്യമന്ത്രി ഉത്തരവിടണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ പറയുന്നത് ജോയലിന്റെ പിതാവായ ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ വിഷല് അവര് പുറത്തുവിടണം. മുഖ്യമന്ത്രി അതിന് ഉത്തരവിടണം. ഈ കുറ്റക്കാർ ആയ പോലീസുകാരെ നിയമത്തിന് കൊണ്ടുവരാൻ ഈ മുഖ്യമന്ത്രി നടത്തണം. അതാണ് വേണ്ടത്. സ്വന്തം പാർട്ടിക്കാരൻ 16 വയസ്സ് മുതൽ ഈ 29 വയസ്സ് വരെ അവൻ പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അല്ല ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല അവൻ ജീവിച്ചത്, പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അതുപോലെ തന്നെ ഒരു പ്രാദേശിക നേതാവ്, അടൂരെ പ്രാദേശിക നേതാവ് മനോജ് എന്ന് പറഞ്ഞ ആൾ പറയുന്നുണ്ട് അവനെ പാർട്ടിയിൽ നിന്ന് 2013 കളഞ്ഞാണ്. അവൻ മരിച്ച 2020 അവൻ മരിക്കുന്നത്. അവൻ മെയ് 22 തീയതിയാണ് അവൻ മരിക്കുന്നത്. ആ മരിച്ച സമയത്ത് പാർട്ടിയുടെ പതാക പുതപ്പിച്ചാണ് അവൻ അടക്കം പോലും ചെയ്തത്. അപ്പം എന്തർത്ഥത്തിലാണ് ഇവരിത് പറയുന്നത്? അറ്റാക്കാന്ന് എന്തർത്ഥത്തിലാണ് ഇവർ പറയുന്നത്? എന്റെ അനുവാദം പോലും ഇല്ലാതാണ് പോസ്റ്റ്മോർട്ടം പോലും ചെയ്തത് കോട്ടയം മെഡിക്കൽ കോളേജ്. അവിടെയും പോലീസുകാർ ഈ ഡോക്ടറെ സ്വാധീനിച്ച്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് വേറൊരു അന്വേഷണം വെച്ചെങ്കിൽ മാത്രമേ ഇത് പുറത്തു വരത്തുള്ളൂ. സ്വന്തം പാർട്ടിക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നമ്മളന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഘട്ടത്തിൽ നമ്മളവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അറിയിച്ചിട്ടാണോ? എന്നെ അറിയിച്ചിട്ടില്ല. എന്നെ അറിയിക്കാതാണ് പോലും പോസ്റ്റ്മോർട്ടം നടത്തി. ആ പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് പറഞ്ഞ് ഒരു പോലീസുകാരൻ വന്നതിനോട് പറഞ്ഞത് സൈലന്റ് അറ്റാക്കാണ്. അയാൾക്ക് എങ്ങനെ അറിയാം? ഡോക്ടർ പറയാതെ എങ്ങനെ അറിയാം? ആരറിയിച്ചിട്ടാ പിന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന്റെ അടുത്ത് ചെന്ന്? ഞാൻ ആദ്യമായിട്ട് പെറ്റീഷൻ കൊടുത്തതിന് ശേഷമാണ് എന്റെ മോനെ പർണിക്കാവ് ഹോസ്പിറ്റലിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അന്ന് ഇതില്ല. പിറ്റേ ദിവസമാണ് ഇവിടുന്ന് അടൂരിന്ന് ഒരു പോലീസുകാരനും ഞാന് എന്റെ ജ്യേഷ്ഠനെ എന്റെ കൂടെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരുങ്ങളാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്നോട് പോലും ചോദിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞിട്ട് ഒരു പോലീസുകാരൻ എന്നോട് പറയാന്ന് സൈലന്റ് അറ്റാക്കാന്ന്. അയാളെ ഈ പോലീസുകാരനാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. ആ ഡോക്ടറാണ് എന്നെ വിളിച്ചിട്ട് പറയേണ്ടത്. ഡോക്ടറെ വരെ ഈ പോലീസുകാർ സ്വാധീനിച്ചെന്നുള്ളതാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നീതി കിട്ടുന്നത്? ഞാൻ ആർക്കൊക്കെ പരാതി കൊടുത്തു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് ആദ്യം ഞാൻ പരാതി കൊടുക്കുന്നത്. 3 പരാതി ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. എനിക്ക് യാതൊരു മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറയുന്നത് കേട്ടു അന്വേഷണം നടത്തിയിട്ടുണ്ടെന്ന്. അതിന്റെ തെളിവ് എനിക്കുണ്ടോ? ആ മുഖ്യമന്ത്രി എനിക്ക് അതിന് തെളിവ് തന്നിട്ടില്ലല്ലോ. അന്വേഷണം നടത്തിയാട്ടോ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേര് എന്ത് നടപടി എടുത്തെന്ന് പോലും പേപ്പർ പോലും എനിക്ക് തന്നിട്ടില്ല. പിന്നെ എന്തർത്ഥത്തിലാണ് പറയുന്നത്? ഞാന് ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിട്ട് അതുപോലും ഇവര് വെച്ച് താമസിപ്പിച്ച് അത് തള്ളിപ്പോയി. പിന്നെ രണ്ടാമത് എന്റെ സഹോദരി അടൂർ കോടതി കൊടുത്ത മുഖാന്തരമാണ് ആ കേസ് പോലും എടുത്തിരിക്കുന്നത് പോലും. അതും ദുർബലമായ ഓപ്പൊക്കെ ഇട്ടാണ് ആ കേസ് പോലും എടുത്തിരിക്കുന്നത്. അങ്ങനൊന്നും വിടാൻ പറ്റത്തില്ല. ഒരു മകൻ മരിച്ച വേദന ആ പിതാവിനോ അല്ലെങ്കിൽ ആ മാതാവിനോ ഒക്കെ ഉണ്ടാവത്തുള്ളൂ. മുഖ്യമന്ത്രിക്ക് മക്കളുള്ളതുപോലെ തന്നെ മുഖ്യമന്ത്രി ഈ ഭരണം നടക്കുമ്പോൾ ആ പാർട്ടിയുടെ അകത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അത് ഈ മുഖ്യമന്ത്രി ഉത്തരവിടണം.